ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അടിപൊളി ഒരു മട്ടൻ കുറുമൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഓർഡർ 3 കിലോ ബീഫ് ബിരിയാണി, അതുപോലെ 2 കിലോ മട്ടൻ കുറുമി, പിന്നെ 3 കിലോ ചിക്കൻ ഫ്രൈക്കുമാണ് കേട്ടോ. പിന്നെ നെയ്ച്ചോറും 2 കിലോ നെയ്ച്ചോറും. അപ്പോൾ നെയ്ച്ചോറും മട്ടൻ കുറുമിയും ഒരു വീട്ടിലേക്കാണ്, അതേപോലെ ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും അത് വേറൊരു വീട്ടിലേക്കുമാണ് കേട്ടോ. അപ്പോൾ 2 ഓർഡറാണ്. അപ്പം എന്താ നമ്മൾ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ചിക്കനും അതേപോലെ ബീഫും മട്ടനൊക്കെ ഞാൻ ഒക്കെ ഒരുമിച്ച് തന്നെ കഴുകിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടോ. ഇനിയിപ്പം ആദ്യം ചെയ്യുന്നത് നമ്മൾ ബീഫ് ബിരിയാണിക്കുള്ള ബീഫ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടാണ്ട്. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചു. ഇനി നമുക്ക് ചിക്കൻ പൊരിക്കാനുള്ളത് മസാല തേച്ച് വെക്കാം കേട്ടോ. അപ്പോൾ 3 കിലോ ചിക്കൻ ഫ്രൈ ആണ്, ചിക്കൻ 65 ആട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഞാനൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തു. കുറച്ച് സോയാ സോസ് ഒഴിച്ചു കൊടുത്തു, അതേപോലെ കുറച്ച് ചില്ലി സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊടികൾ നമ്മൾ ചേർത്തത് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, വലിയ ജീരകം പൊടിച്ചത്, കുരുമുളക് പൊടി, ഗരം മസാല, ഇത്രയും പൊടികളാട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതാ ചെറുനാരങ്ങൻ്റെ നീരും ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് തൈരും കൂടെ ചേർക്കുന്നുണ്ട്, ചിക്കൻ നല്ലോണം ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടോ. തൈര് ചേർത്താൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതേപോലെ തന്നെ ഒരു 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു സ്പൂണ് പച്ചമുളക് അരച്ചതും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു നുള്ളി ചേർത്തിട്ടുള്ളൂ. ഇനി ഇതാ കറിവേപ്പിൻ്റെ ഇലയും ചേർക്കുക. പിന്നെ നമ്മൾ ഉപ്പിട്ടിട്ടില്ലേ കേട്ടോ, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഇതൊക്കെ കൂടെ കൈകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ തൈരും സോയ സോസൊക്കെ ചേർത്തതുകൊണ്ട് ഇനി ഇതിക്ക് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. കൈ വെച്ചിട്ട് നല്ലോണം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ചിക്കനിൽ മസാല തേക്കാനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ടാവും കേട്ടോ. വേറെ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അത് നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ മസാല തേച്ച് വെക്കുമ്പോൾ കുറച്ച് വലിയ വട്ടമുള്ള പാത്രം എടുക്കുക കേട്ടോ നല്ലത്. ഞാൻ ഈ ഒരു പാത്രം എടുത്തു. ഇതിലെന്തായാലും ഞാൻ ചിക്കൻ കഴുകാൻ വേണ്ടിയിട്ട് എടുത്തത് തന്നെ. അപ്പോൾ ഇനി ഏതായാലും അത് കഴുകാനാണ്, അപ്പോൾ അതിൽ തന്നെ ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മടിച്ചുകൊണ്ട് ചെറിയ പാത്രത്തിൽ തന്നെ ആക്കിയതാണ് കേട്ടോ. അപ്പം എന്നാലും ഞാൻ എല്ലാ ഭാഗത്തും എല്ലാ ഇൻഗ്രീഡിയൻസും ആക്കിയിട്ടുണ്ട്. നല്ലോണം കൈ വെച്ച് കുഴച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വലിയ വട്ടമുള്ള പാത്രം എടുത്തുകൊണ്ട് എൻ്റെ മാതിരി മടിച്ചാവണ്ട കേട്ടോ. എനിക്ക് എൻ്റെ ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞാൽ കുറേ പാത്രങ്ങളുണ്ടാവും കഴുകാൻ. അപ്പോൾ അതിന് മടിച്ചിട്ടേ കാട്ടിയതാട്ടോ. അപ്പോൾ ഞാൻ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടോ ചിക്കനിൽ. അപ്പോൾ ഇനി അത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോഴൊന്നും ഫ്രൈ ചെയ്തെടുക്കൂല കേട്ടോ, 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടേ ഫ്രൈ ചെയ്തെടുക്കുള്ളൂ. അപ്പോൾ നമുക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കണമല്ലോ. പിന്നെ മസാലയൊക്കെ നല്ലോണം പിടിച്ചും ചെയ്തോളും. പിന്നെ നമ്മൾ കോൺഫ്ലവറും അരിപ്പൊടിയൊക്കെ ചേർക്കും, അത് ഫ്രൈ ചെയ്യണ ആ ഒരു സമയത്താട്ടോ ചേർക്കുക. പിന്നെ ഞാൻ ബിരിയാണിക്കുള്ള മസാല ഉണ്ടാക്കുകയാണ്. ഇവിടെ അടുപ്പ് നമ്മൾ ബീഫൊക്കെ വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പ് കത്തിച്ചിനല്ലോ. അപ്പോൾ ബീഫ് വന്നിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ അടുപ്പത്തു നിന്ന് വാങ്ങി വെച്ചു. പിന്നെ ആ ഒരു അടുപ്പിൽ ഇതാ നമ്മളെ ബിരിയാണിക്കുള്ള മസാല ഉണ്ടാക്കുകയാണ്. പിന്നെ ഇതെപ്പോഴും വീഡിയോയിൽ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, എന്നാലും വേറെ വീഡിയോ ഒന്നും എടുക്കാനല്ല. അപ്പം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം കേട്ടോ. നമ്മൾ സവാളയൊക്കെ വഴറ്റിയെടുത്ത് അതിക്കിടാനുള്ള ഐറ്റംസൊക്കെ ഇട്ട് കൊടുത്തത്, ആ വേവിച്ച ബീഫ് ഇട്ട് കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ വേഗം അരി തിളപ്പിച്ചൂറ്റാൻ വെള്ളം വെച്ചിനി. അപ്പോൾ വെള്ളം തിളച്ച് അരിയൊക്കെ ഇട്ട് കൊടുത്ത് അരി ഊറ്റിയിടും ചെയ്യുന്നുണ്ട് കേട്ടോ. ബിരിയാണി നമ്മൾ ദം ചെയ്തെടുക്കാൻ തുടങ്ങി. അപ്പോൾ 3 കിലോ ബീഫും 3 കിലോ റൈസും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേപോലെ എന്നോട് കുറേ കൂട്ടുകാരിങ്ങനെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ഒന്നല്ല, കുറച്ച് ആൾക്കാർ കേട്ടോ. പറയുമ്പോൾ നമ്മളങ്ങനെ പറഞ്ഞു പോയി. നമ്മൾ ബീഫ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോഴേ ബീഫ് വേവിക്കാതെ പച്ചക്ക് അങ്ങനെ ഇട്ടാണ്ട് മസാലയൊക്കെ പച്ചക്ക് ഇട്ട് സവാള തക്കാളി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ പച്ചക്ക് ഇട്ടാണ്ട് വേവിക്കുമല്ലോ, അങ്ങനെ ബിരിയാണി ഉണ്ടാക്കുമല്ലോ. അതിൻ്റെ റെസിപ്പി ഒന്ന് കാണിക്കുമെന്ന് ചോദിച്ചിനി. ഇൻഷാ അല്ലാ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റിൽ ബിരിയാണി ഉണ്ടാക്കി പഠിച്ചത് അങ്ങനെയാണ്. പിന്നെ അതന്നെ ഫോളോ ചെയ്ത് പോകാത്ത എന്താ വെച്ചാൽ എനിക്കത് നല്ല ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ സവാളൊക്കെ വഴറ്റിയെടുക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. പിന്നെ അതേപോലെ ഞാൻ 1-2 പ്രാവശ്യം അതേപോലെ ബീഫ് ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ ബീഫ് വേവാതെ പോയി. അപ്പോൾ ഞങ്ങൾ വീട്ടിലൊക്കെ ബീഫും അതേപോലെ റൈസൊക്കെ നല്ലോണം വേവണം, ഇല്ലെങ്കിൽ ആർക്കും പറ്റൂല. അപ്പോൾ അങ്ങനെ ആയപ്പോൾ പിന്നെ ഞാൻ ആ ഫോളോ അങ്ങനെ നിർത്തി. പിന്നെ ആ ഒരു റെസിപ്പി ഫോളോ ചെയ്യലില്ല. പിന്നെ അതേപോലെ തന്നെ ആയിട്ട് ഉണ്ടാക്കൽ. പക്ഷെ ഉഷാറായിട്ട് ഉണ്ടാക്കണവരുണ്ടാവും കേട്ടോ, അതല്ല ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് സുഖമായിട്ട് തോന്നിയത്. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കൽ കേട്ടോ. അങ്ങനെ ബിരിയാണിയൊക്കെ ദമ്മിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മളെ ചിക്കൻ ഫ്രൈ ഉണ്ടല്ലോ, അപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കോൺഫ്ലവറും അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
അധികം ചേർത്തത് കോൺഫ്ലവർ ആണ്, അരിപ്പൊടി കുറച്ചേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് ഇതേപോലെ കൈകൊണ്ട് നല്ലോണം കുഴച്ചെടുക്കുക. അപ്പോൾ ഇതും തന്നെ എല്ലാ ചിക്കൻ്റെ എല്ലാ പീസിലും ആവണം കേട്ടോ, എന്നാലുള്ളൂ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ ആ കോട്ടിംഗ് ഒന്നും പോവാതിരിക്കുക. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ മറ്റേ മസാലയൊക്കെ തേച്ചപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ കോൺഫ്ലവറും അരിപ്പൊടി എന്താ ചേർക്കാന്ന് വെച്ചാൽ നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഇതൊന്ന് കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ നമ്മൾ അരിപ്പൊടിയും കോൺഫ്ലവറൊക്കെ ചേർത്താൽ അതൊക്കെ അതിൽ കലങ്ങി അങ്ങനെ പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ കോട്ടിങ്ങൊക്കെ പോകും കേട്ടോ. കോട്ടിംഗ് ഒന്നും വല്ലാതെ ഉണ്ടാവില്ല, ആ ചിക്കൻ മാത്രം അങ്ങനെ വെളുത്ത് കിടക്കും. അപ്പോൾ അത് ആ ഒരു പ്രശ്നം ഇല്ലാതെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ ആ കോട്ടിങ്ങൊക്കെ അതിൻ്റെ മേലെ തന്നെ ഉണ്ടാവും കേട്ടോ. ഒന്നും എവിടെയും പോവില്ല, എണ്ണയിൽ കലങ്ങി പോവുക അല്ലെങ്കിൽ ആ ചിക്കൻ്റെ പീസിൻ്റെ മേലെന്ന് പോവുകയൊന്നും ചെയ്യൂല കേട്ടോ. പിന്നെ എണ്ണ ചൂടാക്കാൻ വെച്ചിനി. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ ഓരോ പീസ് ഇട്ട് കൊടുക്കണം കേട്ടോ, അതാണ് നല്ലത്. നമ്മളൊക്കെ കൂടെ വാരി വലിച്ചുകൊണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഇളക്കുമ്പോഴൊക്കെ അതിമന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഓരോന്ന് ഇങ്ങനെ എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല സുഖമാണ്. അപ്പോൾ അത് ഫ്രൈ ചെയ്യാൻ വെച്ചു. ഇനി നമുക്ക് മട്ടൻ കുറുമ ഉണ്ടാക്കണം. അപ്പോൾ അപ്പുറത്തെ അടുപ്പ് കത്തിച്ചുകൊണ്ട് ഒരടുപ്പിൽ ബിരിയാണി ദം ചെയ്തെടുത്തു, അപ്പുറത്തെ അടുപ്പിൽ ഉരുളി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. പിന്നെ ഇപ്പോൾ ഞാൻ കാണിച്ചത് അണ്ടിപ്പരിപ്പാണ്. അണ്ടിപ്പരിപ്പ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ട് കുറച്ച് നേരമായിട്ടുണ്ട്. 50 ഗ്രാം അണ്ടിപ്പരിപ്പ് കേട്ടോ വെള്ളത്തിലിട്ട് വെച്ചിനത് കുറുമയ്ക്ക് ചേർക്കാനുള്ളതാണ്. അപ്പോൾ ഉരുളി ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഒരു 4-5 ഏലക്കായ, അതേപോലെ ഒരു 3-4 ഗ്രാമ്പു, ചെറിയ 2 കഷ്ണം പട്ട, അതും കൂടെ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഒരു 100 ഗ്രാം ഉണ്ടാവും. 100 ഗ്രാം അതിലേറെ ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും ഒരു ഏകദേശ കണക്ക് പറഞ്ഞതാണ്, കറക്റ്റ് അളവൊന്നും അല്ല കേട്ടോ. പിന്നെന്താ അത് അതിലിട്ടിട്ട് ഒന്നിങ്ങോട്ട് വഴറ്റിയെടുക്കുക. നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു മട്ടൻ കുറുമ. ഇതിന് നല്ലൊരു റിസൾട്ട് കിട്ടിയതാണ്, നല്ല ടേസ്റ്റ് ഉണ്ടേനി എന്ന് പറഞ്ഞതാട്ടോ. അപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. വീഡിയോ എന്തായാലും ഞാൻ എടുത്ത് വെച്ചതേനി. അങ്ങനെ ചെറിയ ഉള്ളി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം 3 സവാള കട്ട് ചെയ്ത് വെച്ചതാട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കുക. അപ്പോൾ എന്തായാലും വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ അത് വഴറ്റിയെടുക്കാൻ. വെളിച്ചെണ്ണയിലാവുമ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഓയിൽ യൂസ് ചെയ്യരുത്, വെളിച്ചെണ്ണ തന്നെ വേണം. അതുപോലെ തന്നെ നന്നായിട്ട് തന്നെ സവാളയൊക്കെ വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വഴറ്റിയെടുക്കാൻ ഇവിടെ എൻ്റെ ബാബു ഉണ്ട് കേട്ടോ, ഹസ്ബൻഡ് ഉണ്ട്. അപ്പോൾ ഒരു വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് അവിടെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിരിക്കണമല്ലേ ഞാൻ, അതും നോക്കണം ഇതും നോക്കണം, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇളക്കാനൊക്കെ ഒരാളുണ്ടായാൽ നമുക്ക് ഹെൽപ്പിന് ഒരാളുണ്ടായ സുഖമാണല്ലോ. പിന്നെ കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുത്തു. ഒരു 4-5 പച്ചമുളകും ചേർത്തിട്ടുണ്ട്. പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് ചേർക്കട്ടോ, അത് അത്യാവശ്യം നല്ല എരിവുണ്ട്. 6 മുളകുണ്ട് കേട്ടോ. അത് ആ ഉണ്ടമുളകില്ലേ അതാണ് കേട്ടോ. പിന്നെ നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കൂല, കുറുമയല്ല ഉണ്ടാക്കുന്നത്, കുരുമുളക് പൊടി ചേർക്കും. അപ്പം അങ്ങനെ പച്ചമുളകും ചേർത്ത് നല്ലോണം വഴറ്റിയെടുത്തു. ഇനി ചേർക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ അതും അതേപോലെ ഒരു 2 സ്പൂണ്, വലിയ 2 സ്പൂൺ തന്നെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതും ചേർത്ത് നല്ലോണം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഞാൻ ഇവിടെ 4 തക്കാളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനത് തക്കാളി കൂടുതൽ വേണ്ട കേട്ടോ, കുറച്ച് മതി. പിന്നെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ തക്കാളി കുറച്ച് അധികം എടുക്കലുണ്ട്. അതേപോലെ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോഴും ഒക്കെ തക്കാളി കൂടുതൽ എടുക്കലുണ്ട്. കുറുമിക്ക് പിന്നെ അത്ര വേണ്ട. അങ്ങനെ ആ തക്കാളിയും ചേർത്ത് വഴറ്റിയെടുത്തു. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. പൊടികൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ മറന്നുകൊണ്ടായി ഇടാൻ നിൽക്കേന്. അപ്പോൾ മല്ലിപ്പൊടി, അതേപോലെ കുരുമുളക് പൊടി, പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്തത് പെരുംജീരകമല്ലേ, വലിയ ജീരകപ്പൊടി, അതും കേട്ടോ ചേർത്തത്. മല്ലിപ്പൊടി ഒരു 3.5 സ്പൂണും ഉണ്ടായിന്. അതേപോലെ കുരുമുളക് പൊടി 2 സ്പൂണും ചേർത്തിട്ടുണ്ടായിന്. പിന്നെ പെരുംജീരകപ്പൊടി അതേപോലെ 2 സ്പൂൺ കേട്ടോ ചേർത്തിട്ടുണ്ടായിനത്. അങ്ങനെ അതൊക്കെ ചേർത്ത് അതന്നെ മസാലപ്പൊടികളായിട്ട് ചേർക്കണം കേട്ടോ. പിന്നെ ഗരം മസാലയും ചേർത്ത് കൊടുക്കും. ഗരം മസാല ഒരു 1/2 സ്പൂണൊക്കെ ചേർത്താൽ മതി. നമ്മൾ ഏലക്ക, ഗ്രാമ്പു, പട്ട അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആദ്യം ഒന്ന് ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഗരം മസാല ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. എപ്പോഴാണ് ചേർത്തത് എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല, വോയിസ് കൊടുത്തപ്പം. നിങ്ങൾ വീഡിയോയിൽ കാണുമേക്കാരം. അങ്ങനെ ഒക്കെ ഇതേപോലെ വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഒരു പ്ലേറ്റിക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനി ചൂടാറിയിട്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് അരച്ചെടുക്കണം. ചൂടോടെ അരച്ചെടുക്കരുത് കേട്ടോ. ചൂടോടെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ ജാറൊക്കെ കേടാവും, മിക്സി കേടാവും. അപ്പോൾ ഒന്ന് ചൂടാറിയിട്ട് വേണം അരച്ചെടുക്കണം. അപ്പോൾ അത് ഞാൻ ഒരു പ്ലേറ്റിക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ഒന്ന് പരത്തി കൊടുക്കട്ടെ കേട്ടോ ചൂടാറാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിട്ടോ. ഇങ്ങനെ ചില റെസിപ്പീസൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്ലോപ്പായി പോവാറുണ്ടല്ലോ, അതേപോലെയല്ല ഇത്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഞാനിതൊരു വീട്ടിലേക്ക് ഒരു വീട്ടിലത്തെ മരുമോളെ വീട്ടിൽ നിന്ന് ആളുകൾ വരുന്നുണ്ടായിരുന്നു, അമ്മയിപ്പൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഫുഡിനോട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്കൊക്കെ നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു മട്ടൻ കുറുമ. അപ്പം അതാ ഞാൻ പറഞ്ഞത്, എന്തായാലും ഫ്ലോപ്പ് ആവില്ല, അടിപൊളിയാണ്. ഞാൻ ഉണ്ടാക്കുന്ന ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ മതി, നല്ല ടേസ്റ്റുമാണ് കേട്ടോ.
അപ്പം എന്താ ആ മസാലയൊക്കെ ഞാൻ അതിന് മാറ്റി. പിന്നെ ആ ഒരു ഉരുളിക്ക് തന്നെ മട്ടൻ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 കിലോനാണ് കേട്ടോ ഈ മട്ടന്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മട്ടൻ വാങ്ങുമ്പോൾ അവരോട് ചോദിച്ചാൽ മതി മൂപ്പുണ്ടോ അതോ ഇളയതാണോ എന്നൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇത് വാങ്ങിയപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിന് എന്താ എളുപ്പം വേവും ഇളയതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അറിയാം. അപ്പോൾ കുറേ സമയം അടുപ്പത്ത് വെക്കണ്ട, വെന്ത് കലങ്ങിപ്പോവും. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി അത് അടച്ച് വെക്കണം. അപ്പോൾ ഒന്ന് തിളച്ച് വേവട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഉണ്ടല്ലോ അതൊന്ന് ചൂടാറി കിട്ടണം. അപ്പോൾ അതിങ്ങനെ ഒന്ന് പരത്തി കൊടുക്കണം കേട്ടോ. ചൂടാറിയിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചാണ്ട് ജാറിലിട്ടാണ്ട് അരച്ചെടുക്കണം. അപ്പോൾ അതിങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട്, ചൂടാറട്ടെ. പിന്നെ നമ്മുടെ മട്ടൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് തീയൊന്നും ഞാൻ കത്തിച്ചിട്ടില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ ഇത് ഇളയതാണ്. അപ്പോൾ ഒരുപാട് വേവ് ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇതാ നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഉരുളി തന്നെ ആവുമ്പോഴേ ഉരുളിയിലാവുമ്പോൾ നല്ല ചൂടായിക്കാരും ഉരുളി, അപ്പോൾ പെട്ടെന്ന് തന്നെ വേവും ചെയ്യും. അങ്ങനെ നമ്മളെ ആ ഒരു മസാല ഉണ്ടല്ലോ അത് ഞാൻ അരച്ചു കൊണ്ടുവന്നു കേട്ടോ. ജാറിലിട്ട് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചാണ്ട് അരച്ചെടുത്തിട്ടുണ്ടെങ്കിലും അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ മസാലയൊക്കെ ഇതിൽ നല്ലോണം ഒന്ന് ആവാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ ആ ജാറ് ചുഴറ്റിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറേ വെള്ളം ഒഴിക്കണ്ട കേട്ടോ, കുറച്ച് വെള്ളം മതി. കാരണം നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് തേങ്ങാപ്പാലൊക്കെ ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ കറി പറ്റ വെള്ളം പോലെ ആവും. അങ്ങനെ ജാറ് ചുഴറ്റിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ഒന്നും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ മസാലയിൽ കടന്നിട്ട് വേവട്ടെ കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ചിക്കനും ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ട്രിപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. ഇത് കണ്ടോ, അതിൻ്റെ കോട്ടിംഗ് ഒന്നും പോയിട്ടില്ലല്ലോ. നമ്മൾ ഇതേപോലെ ശ്രദ്ധിച്ച് ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. കോട്ടിംഗ് ഒന്നും പോവില്ല, അതിന്മേൽ തന്നെ എല്ലാം ഉണ്ടാവും. മറ്റേത് എണ്ണയിൽ ഇങ്ങോട്ട് ആകെ കലർന്ന് ചിക്കൻ ഇതൊന്നും ഉണ്ടാവില്ല, മസാല ഒന്നും ഉണ്ടാവില്ല. ചിക്കൻ ഇങ്ങനെ വെളുത്ത് കാണും. അപ്പോൾ ഈ ഒരു രീതിയിൽ റെഡിയാക്കി നോക്കുകൊണ്ട് കേട്ടോ. അങ്ങനെ ചിക്കനൊക്കെ ഫ്രൈ ആയത് ഞാൻ മാറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ബാക്കിയുള്ളത് വീണ്ടും ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ബിരിയാണി ദം ചെയ്തെടുക്കണ കാണിച്ചിനി, അടുപ്പത്ത് വെച്ച് കാണിച്ചിട്ടില്ലേ ഇനിയില്ലേ. അപ്പോൾ അത് അവിടെ അടുപ്പത്തുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ മട്ടൻ കുറുമ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ മസാലയിൽ കടന്ന് തിളച്ചപ്പോഴേ നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് വീണ്ടും. പിന്നെ ഞാൻ ഒരു പീസ് എടുത്ത് നോക്കി വെന്തിക്കണമെന്നുള്ളത്. അപ്പം വെന്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കൂടുതൽ സമയം അടുപ്പത്ത് വെക്കണ്ട. ഒരു പറഞ്ഞിനി തിളച്ചാൽ തന്നെ വേവും, അത്രയും ഇളയതാണെന്ന് പറഞ്ഞിനി കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ നോക്കുമ്പോൾ വേവായും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് അരച്ച് വെച്ചിനി അത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. അത് 50 ഗ്രാം അണ്ടിപ്പരിപ്പാണ്. ഇതെന്തായാലും ചേർക്കണം കേട്ടോ. പിന്നെ അയക്കും ഇതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ ജാറൊന്ന് ചുഴറ്റിയിട്ട് അത് അയക്കും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഇതേപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഉരുളി നല്ല ചൂടുള്ളതുകൊണ്ട് ഇതിങ്ങനെ തിളച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഒന്നും ഇങ്ങോട്ട് കുക്കായി കിട്ടിയാൽ മതി. പിന്നെ അടുപ്പിൽ കനലൊക്കെ ഉണ്ട് അത്യാവശ്യം. പിന്നെ വേറെ തീയൊന്നും ഞാൻ കത്തിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ അതേപോലെ നമ്മളെ തേങ്ങാപ്പാലുണ്ടല്ലോ അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വോയിസ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ പറയാൻ കിട്ടില്ല, എന്ന് ധൃതി പിടിച്ചാണ് കേട്ടോ വോയിസ് കൊടുക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പഴുവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഒരു തേങ്ങയും പിന്നെ ഒരു അരമുറി തേങ്ങയും 1.5 തേങ്ങ കേട്ടോ ഞാൻ എടുത്തിനത്. അപ്പോൾ അത് തേങ്ങ പിഴിഞ്ഞാണ്ട് തേങ്ങൻ്റെ പാലാട്ടോ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ കുറച്ച് കട്ടിയിലുള്ള പാൽ തന്നെയാണ് ഒഴിച്ചിട്ടുള്ളത്. 1-ാം പാലും 2-ാം പാലും ഒന്നുമില്ല, എന്നാലും ഉള്ള പാല് കുറച്ച് കട്ടിക്കന്നെ എടുത്താണ്ട് അങ്ങനെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നല്ലോണം തിളക്കൊന്നും വേണ്ട കേട്ടോ. ഉരുളി ചൂടുണ്ട്, പിന്നെ അടുപ്പിൽ കനലും ഉണ്ട്. അപ്പോൾ തീയൊന്നും കത്തിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ തിളച്ചിങ്ങനെ മറിയാൻ അയക്കാതെ ഇടയ്ക്കൊന്നും ഇങ്ങനെ ഇളക്കി കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താണ്. ഇനി ലാസ്റ്റായിട്ട് ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ ഈ നെയ്യും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ. പിന്നെ നമ്മളിത് വറവിട്ടെടുക്കൊന്നും ചെയ്യണില്ലല്ലോ. ഫസ്റ്റ് നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഒക്കെ വഴറ്റി ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാലും ലാസ്റ്റ് ഇതുപോലെ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. സൂപ്പർ ടേസ്റ്റ് ആയിക്കാരം കേട്ടോ. അപ്പോൾ ആയിട്ടോ നമ്മളെ മട്ടൻ കുറുമ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് വാങ്ങിയേക്കാം. ആ നെയ്യൊക്കെ എല്ലായിടത്തും ഒന്ന് ആവാൻ വേണ്ടിയിട്ട് ആ ചൂട് തന്നെ ഒന്നിങ്ങോട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അടുപ്പത്തുനിന്ന് വാങ്ങിയേക്കാം. പിന്നെ ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്ട് ചെമ്പടുപ്പത്ത് വെച്ചാണ്. അപ്പോൾ നെയ്ച്ചോറും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നെയ്ച്ചോറും ഈ മട്ടൻ കുറുമയും ഒരു വീട്ടിലേക്കാണ് കേട്ടോ കൊണ്ടുപോകാനുള്ളത്. ഞാൻ പറയലില്ല ചുബിത്താത്ത എന്ന് പറയലില്ല, അങ്ങനെ ചുബിത്താത്താൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ ഈ ഒരു ഫുഡ്. നമ്മളെ അയൽവാസി തന്നെയാണ്.
പിന്നെ ഇതാ നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്ത് അതിക്കിടാനുള്ള സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്ച്ചോറ് ഉണ്ടാക്കാൻ അറിയാത്തതിൽ ആരും ഇല്ല അല്ലേ, എല്ലാവർക്കും അറിയണ തന്നെയാണല്ലോ. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയണം കാണിക്കണമൊന്നുമില്ല കേട്ടോ. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയൊക്കെ ഞാൻ ഫ്രൈ ചെയ്ത് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ അതിക്ക് എടുത്തപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് നെയ്ച്ചോറൊക്കെ ആയിട്ട് ലാസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിക്ക് ക്യാരറ്റ് കട്ട് ചെയ്തതൊക്കെ ഇട്ട് അതേപോലെ അരി കഴുകി വെച്ചിനി അതും ഇതിക്ക് ഇട്ടാണ്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ നെയ്യിലിട്ടാണ്ട് ഇങ്ങനെ അരി വറുത്തെടുക്കുമ്പം നല്ല ടേസ്റ്റ് ആട്ടോ നെയ്ച്ചോറിന്. ഇത് കൈമ റൈസ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഈ കൈമ റൈസിന് 180 രൂപയാണ് കേട്ടോ 1 കിലോന്. പിന്നെ 110ൻ്റെ വേറെ കൈമയുണ്ട്, ചിലപ്പോൾ അതും വാങ്ങലുണ്ട് ഞാൻ. ഇതിപ്പോൾ 180ൻ്റെ ആണ് കേട്ടോ, 180 തന്നെ തോന്നുന്നുണ്ട്. അരിക്ക് നല്ല റേറ്റാണ്, പക്ഷേ നല്ല ടേസ്റ്റും ആണ് കേട്ടോ. റേറ്റ് കൊടുത്താലും അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ നെയ്ച്ചോറായാലും ബിരിയാണി ആയാലും ഒക്കെ. അങ്ങനെ വെള്ളം കളന്ന് ഞാൻ ഗ്യാസുമ്മേ തിളപ്പിക്കാൻ വെച്ചിനി. അപ്പം വെള്ളം ഒഴിച്ച് കൊടുത്ത് കുറച്ച് മല്ലിയിലയും ഒക്കെ കട്ട് ചെയ്തതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നെയ്ച്ചോറ് ഇവിടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെയ്ച്ചോറ് ഇവിടെ ആവാനായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അമ്മയുണ്ട് കേട്ടോ ഇവിടെ, അമ്മ തീയൊക്കെ കത്തിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ അച്ചാർ നോക്കുമ്പോൾ അച്ചാറില്ലേനും, പിന്നെ ബിരിയാണിക്കും കൊടുക്കണ്ട അച്ചാർ. അപ്പോൾ ഞാൻ കുറച്ച് അച്ചാർ വേഗം ഉണ്ടാക്കി. ഈത്തപ്പഴം ഉണ്ടേനി ഫ്രിഡ്ജിൽ. നമ്മളിപ്പോൾ ഈ ഈത്തപ്പഴ അച്ചാർ തന്നെയാണ് കേട്ടോ കൊടുക്കൽ. ചിലപ്പോൾ മാങ്ങയും കൂടെ കൂട്ടും. ഇതിൽ മാങ്ങയൊന്നുമില്ല, വെറും ഈത്തപ്പഴം തന്നെ ഉള്ളൂ. ഈത്തപ്പഴം, പുളി, ശർക്കര ഒക്കെ കൂട്ടിയിട്ട് എരിവും പുളിയും മധുരവും ഒക്കെ ഉണ്ടാവും കേട്ടോ അച്ചാർ. നല്ല ടേസ്റ്റാണ്. കൊണ്ടുപോയാലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടേനിന്ന് പറഞ്ഞ അച്ചാറാട്ടോ ഇത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ നമ്മളെ സെക്കൻഡ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ നെയ്ച്ചോറത്തെ വെള്ളമൊക്കെ വറ്റി അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ടുണ്ടേനി. അതേപോലെ ചിക്കനും ഇവിടെ അങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ 3 കിലോ ചിക്കൻ ഉണ്ട്. 3 ട്രിപ്പ് ആയിട്ടാണ് കേട്ടോ ഞാനിത് ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ ഇത് വെള്ളിയാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ. വെള്ളിയാഴ്ച പള്ളിയുള്ള ദിവസമല്ലേ, പള്ളി കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഫുഡ് എത്തിക്കാൻ പറഞ്ഞിട്ടുണ്ടേനി ബിരിയാണീൻ്റെ ആൾക്കാർ. അപ്പോൾ സമയം ആവാനായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോന്ന് വേഗം റെഡിയാക്കി കൊടുക്കുകയാണ്. അങ്ങനെ ചിക്കനും ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ ചിക്കൻ്റെ ആ കോട്ടിങ് കൈമ തന്നെ ഉണ്ട് കേട്ടോ, പുറത്ത് പോയിട്ടില്ല. എനിക്ക് ചില സമയത്ത് അബദ്ധം പറ്റാറുണ്ട്. കാരണം ഞാൻ ഈ കോൺഫ്ലവറും അരിപ്പൊടിയൊക്കെ സാധാ ഇതിൽ മസാല തേച്ച് വെക്കുമല്ലോ നമ്മൾ, ആ ഒരു സമയത്ത് തന്നെ ചേർക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചിക്കൻ പൊരിക്കണ സമയത്ത് അതിമെന്ന് ആ കോട്ടിങ്ങൊക്കെ പോയാണ്ട് വെളുത്ത് ഇങ്ങനെ കാണും ചില സമയത്ത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതി ഞാനിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ കുഴപ്പമില്ല. ഫസ്റ്റിൽ നമ്മൾ കാറ്ററിംഗ് ഒക്കെ തുടങ്ങിയ ആ ഒരു ടൈമിലൊക്കെ ഞാൻ ആദ്യം നമ്മളെ പരീക്ഷണ വസ്തു എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടുകാരാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മളെ വീട്ടിലേക്കുള്ള ഫുഡ് അങ്ങനെ പരീക്ഷിച്ച് നോക്കും. എന്നിട്ട് അതിൽ സക്സസ് ആവണത് പുറത്തേക്ക് കൊടുക്കണേക്കും ആക്കൂട്ടോ. അങ്ങനെയൊക്കെയാണ് നമ്മളെ പരിപാടി. അപ്പോൾ എന്തായാലും ഫുഡൊക്കെ റെഡിയായി, എല്ലാം റെഡിയായി, ഒക്കെ സെറ്റായി, ഒക്കെ പാക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് നേരത്തെ ഞാൻ ഉണ്ടാക്കി വെക്കലില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ചൂടാറി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാൻ. അപ്പം ചൂടോട് കൂടിയിട്ട് തന്നെ കൊണ്ടുപോകാനാണ് കേട്ടോ ഈ ഒരു ലാസ്റ്റ് സമയം വെച്ച് കണ്ടൊക്കെ ചെയ്യണത്. അപ്പോൾ ഫോയിൽ പേപ്പറൊക്കെ വെച്ച് അടച്ചു കൊടുത്തിട്ടുണ്ട് ചൂടാറണ്ടെന്ന് വിചാരിച്ചിട്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ അടപ്പ് വെച്ചാൽ മതി. അപ്പം ഫോയിൽ പേപ്പർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചൂടാറൂല. അങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെയ്ച്ചോറും അതേപോലെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതും പാത്രത്തിലാക്കിയിട്ടുണ്ട്. പാത്രത്തിലല്ല, ചെമ്പോട് കൂടിയിട്ട് തന്നെ കേട്ടോ, വേറെ പാത്രത്തിക്കൊന്നും ഇട്ടിട്ടില്ല. പിന്നെ ഫോയിൽ പേപ്പർ വെച്ചാണ്ട് അതും അടച്ചു കൊടുക്കുന്നുണ്ട് ചൂടാറാതെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വേണം ഞങ്ങൾക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ. ഞങ്ങൾക്ക് ചോറ് ഉണ്ടാക്കിയാണ്, പിന്നെ ബീഫ് അവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കണം. അപ്പോൾ അതിന് വേഗം കുക്കറിലിട്ടിട്ട് വേവിക്കണം. അപ്പം നമ്മളെ വാവുക്കാക്കും പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ട്, ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പം ഒക്കെ റെഡിയാക്കി കൊടുത്ത് വിടാണ് കേട്ടോ. ഇനി ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നമ്മളെ ബീഫും വേവും. അങ്ങനെ ഫുഡൊക്കെ കൊടുത്തയച്ച് എല്ലാവർക്കും ഇഷ്ടമായിട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളൂ. ഇൻഷാ അല്ലാഹ് നാളെ